ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇച്ചിരി ടിപ്സും പിന്നെ നമ്മുടെ ലഞ്ചും ഒക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പം ടിപ്സ് ഇച്ചിരി നമ്മുടെ ന്യൂ ജനറിന് വേണ്ടിയിട്ടുള്ള ഇച്ചിരി ടിപ്സാണ്. അതിലിന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ വാഴയ്ക്ക മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ വാഴയ്ക്ക മെഴുക്കുവരട്ടി എന്ന് പറയുമ്പോൾ ചിലപ്പം പുതിയതായിട്ടുള്ള ലൈക്ക് ഒരു എന്താ പറയുന്നത് ന്യൂജൻ പിള്ളേർക്കൊന്നും നമുക്ക് അത്ര ഇഷ്ടമുള്ള ഒരു കാര്യമല്ല. ലൈക്ക് എൻ്റെ നീസിനോടൊക്കെ വാഴയ്ക്ക മെഴുക്കുവരട്ടി പറയാമെങ്കിൽ പറയാം, അതൊരു വെജിറ്റബിളാണോ എന്ന് ചോദിക്കും. സോ വാഴയ്ക്ക നല്ല ടേസ്റ്റാണ്. കഴിച്ച് പഠിച്ച നമ്മുടെ അമ്മച്ചിമാർക്ക് നമുക്കൊക്കെ അറിയാം അത് ടേസ്റ്റിയാണ്. പിന്നെ അതിന് നല്ല ഗുണങ്ങളുമുണ്ട്. അപ്പോൾ അതിനകത്തിൽ എന്താ പറയുന്നത് പൊട്ടാസ്യം വെരി റിച്ചാണ്, ഫൈബറാണ്, വെരി ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതുമാണ്. അപ്പം ഞാൻ പറയാൻ വന്ന ടിപ്പ് ഇതാണ്. നമ്മൾ മെഴുക്കുവരട്ടി ഉണ്ടാക്കുമ്പോൾ നിങ്ങളെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യണം. പക്ഷേ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ, അതായത് നമ്മൾ പാനങ്ങ് വെച്ചിട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് നമ്മളിച്ചിരി വെളുത്തുള്ളി ചതച്ച് ആ പാനിനകത്തിൽ ആദ്യം ഇടുക. അതായത് വെളുത്തുള്ളി ഇതൊന്ന് കഴുകിയിട്ട് തൊലി ഒന്നും കളയണമെന്നില്ല, തൊലിയോട് കൂടി ചതച്ച് പാനിനകത്തിട്ടിട്ട് ആ വെളുത്തുള്ളി ഒന്ന് നല്ലതായിട്ടൊന്ന് ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യും. അപ്പം എന്നിട്ട് ആ വെളുത്തുള്ളിയുടെ ഫ്ലേവറെല്ലാം ആ ഓയിലിനകത്തിൽ ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ മെഴുക്കുവരട്ടി വെക്കാനുള്ള സാധനങ്ങൾ ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റിയാണ്. അത് എന്നൊരു പ്രത്യേക ടേസ്റ്റാണ്. വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ള ആർക്കാണെങ്കിലും ഇഷ്ടപ്പെടും. അങ്ങനെ നമ്മൾ ഏത് മെഴുക്കുവരട്ടി വെക്കുമ്പോഴും ആദ്യം ഇച്ചിരി വെളുത്തുള്ളി ചതച്ചിട്ട് ആ വെളുത്തുള്ളി ഒന്ന് ബ്രൗൺ ആയി കഴിയുമ്പോൾ ആ എണ്ണയിൽ ആ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് എല്ലാവരും കഴിയുമ്പോൾ ഇടുന്നതെങ്കിൽ നല്ല വെളുത്തുള്ളി പിന്നെ നമ്മൾ ഇടേണ്ട ആവശ്യമില്ല, അതൊരു നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിന്ന് വാഴയ്ക്കാണ് വെക്കുന്നത്. വാഴക്കായങ്ങളെല്ലാം കഴുകി ക്ലീൻ ചെയ്തെല്ലാം വെച്ച് വെളുത്തുള്ളി ഇട്ട് അതിനകത്തിലേക്ക് ഇട്ട് ഇച്ചിരി ഇട്ടിട്ട് ഇനിയും ഞാനിതിന് എരിവിന് വേണ്ടിയിട്ട് ചതച്ച മുളക്, അതായത് നമ്മുടെ ക്രസ്റ്റ് ചില്ലിയാണ് ഇടുന്നത്. പിന്നെ ഇതൊന്ന് മൂടി വെച്ചൊന്ന് ശക്കലൊന്ന് വെന്ത് കഴിയുമ്പോൾ ഞാൻ ഇച്ചിരി ഉള്ളിയും കൂടെ ഒക്കെ ആഡ് ചെയ്യുന്നത്. അപ്പം ആ ഉള്ളി ഇട്ട് കഴിയുമ്പോൾ എല്ലാം കൂടെ ഒന്ന് മൂടി വയ്ക്കുക. എല്ലാം ഒരു 5 മിനിറ്റ് കൊണ്ട് എല്ലാം കൂടെ വെന്ത് കഴിയുന്നതേ ഉള്ളൂ. വെന്ത് കഴിയാവുന്നതേ ഉള്ളൂ. ആൾക്കാർക്ക് അധികം വേവുന്നില്ല. അപ്പം നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കണം. ട്രൈ ചെയ്ത് നോക്കുക. ഏത് സാധനം ഇതാണ് ഇന്നത്തെ നമ്മുടെ ടിപ്സ്. ഏത് സാധനം ഇത് മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നത് ആദ്യം നമ്മൾ വെളുത്തുള്ളി ഇട്ട് ഇത് ചെയ്ത് നോക്കുക. അപ്പോൾ